ആത്മവിശ്വാസത്തിലുപരി നമുക്കിഷ്ടമുള്ളത് പഠിച്ചാൽ പഠിക്കാനൊരു സന്തോഷം വരും എന്നുള്ള ഒരു രീതി ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ മലയാളം എടുത്തത്. അല്ല മലയാളം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്കിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ ഞാൻ ആ തിരഞ്ഞെടുത്ത സമയത്ത് ചിന്തിച്ചിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. 12 വയസ്സിലാണ് ആക്സിഡൻറ്റ് പറ്റുന്നത്. പിന്നീട് എഴുതി അന്ന് സ്കൂളിലായിരുന്നതുകൊണ്ട് വളരെ എഴുതി ശീലിച്ചു. ഇപ്പോഴും സ്പീഡ് മറ്റുള്ളവർ അത്ര ഉണ്ടോയെന്ന് സംശയമാണ്. IAS കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എഴുതേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ പാർവതിക്കൊപ്പമാണ് നമ്മളിപ്പോഴുള്ളത്. പാർവതിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ 282ാമത്തെ റാങ്കാണ് നേടിയത്. രണ്ടാമത്തെ അവസരത്തിലാണ് പാർവതി ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. പാർവതി നമുക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പാർവതി കുട്ടിക്കാലത്ത് ഒരു അപകടത്തിൽ വലത് കൈക്ക് പരിക്ക് പറ്റിയിരുന്നു. ആ വലത് കൈയുടെ പരിക്ക് വെച്ച് ഇടത് കൈ കൊണ്ട് പരീക്ഷ എഴുതിയാണ് പാർവതി വിജയം വരിച്ചത്. പാർവതി ഒരു സ്പെഷ്യൽ വിജയമാണ്. അതെ, തീർച്ചയായും വളരെ സന്തോഷമുണ്ട്, വളരെ ആശ്വാസമുണ്ട്. എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് ഉള്ള ഒരു പാത? കഠിനമായിരുന്നോ? കാരണം LLB ആണ് പഠിച്ചത്, പിന്നീട് കോച്ചിങ്ങിന് പോയി, മലയാളമാണ് ഓപ്ഷൻ സബ്ജക്റ്റായി എടുത്തത്. ഈ മലയാളം തിരഞ്ഞെടുക്കുന്ന കാര്യം എന്താണ്? എനിക്ക് മറ്റ് സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ്റെ മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വായിക്കാനൊക്കെ രസമുള്ളൊരു സബ്ജക്റ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെയും മലയാള ലിറ്ററേച്ചറിൻ്റെയും സിലബസ് നോക്കി. അപ്പോൾ അതിൽ മലയാളത്തിലെ പ്രോസ് പലതും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള പല ക്രൈം എന്ന് പറയുന്ന CJയുടെ നാടകം, അങ്ങനെ എനിക്കിഷ്ടമുള്ള ചില കൃതികൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മലയാളം ലിറ്ററേച്ചറിൻ്റെ ഓപ്ഷനിലായിട്ട് എടുത്തത്. ഈ മലയാളം എടുക്കുമ്പോഴേ സാധാരണ ഇപ്പോൾ നമ്മുടെ ഈ സിവിൽ സർവീസ് പോലുള്ള ഒരു ഉന്നത പരീക്ഷയ്ക്ക് സാധാരണ ആളുകൾ കുറച്ചുകൂടെ മറ്റ് ഓപ്ഷൻസാണ് തരുന്നത്. അപ്പോൾ പാർവതിക്ക് ഒരു നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസത്തിലുപരി നമുക്കിഷ്ടമുള്ളത് പഠിച്ചാൽ പഠിക്കാനൊരു സന്തോഷം വരും എന്നുള്ള ഒരു രീതി ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ മലയാളം എടുത്തത്. അല്ല മലയാളം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്കിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ ഞാൻ ആ തിരഞ്ഞെടുത്ത സമയത്ത് ചിന്തിച്ചിരുന്നില്ല. ഈ പാർവതിയുടെ കൈക്ക് ഇപ്പോൾ വലത് കൈക്കാണല്ലോ ആക്സിഡന്റ് ഇത് പറ്റിയത്. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഇടതുവേണ്ടിയുള്ള എഴുത്തെങ്ങനെയാണ് ശീലിച്ച് അന്ന് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇടത് കൈ കൊണ്ട് എഴുതേണ്ടി വന്നതാണ്. പിന്നീട് വളരെ ചെറിയ പ്രായത്തിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. 12 വയസ്സിലാണ് ആക്സിഡന്റ് പറ്റുന്നത്. പിന്നീട് എഴുതി അന്ന് സ്കൂളിലായിരുന്നതുകൊണ്ട് വളരെ എഴുതി ശീലിച്ചു. ഇപ്പോഴും സ്പീഡ് മറ്റുള്ളവർ അത്ര ഉണ്ടോയെന്ന് സംശയമാണ്. പക്ഷേ ഞാൻ തന്നെയാണ് എൻ്റെ പരീക്ഷകളെല്ലാം എഴുതുന്നത്. ഈ മത്സര പരീക്ഷയ്ക്ക് സ്പീഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, എനിക്ക് എക്സ്ട്രാ ടൈം UPSC മാൻഡേറ്ററി ആയിട്ടുള്ള എക്സ്ട്രാ ടൈം 20 minutes per hour കിട്ടിയിരുന്നു. പക്ഷേ അപ്പോഴും മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റുള്ളവർ 3 മണിക്കൂർ പരീക്ഷ എഴുതേണ്ടപ്പോൾ ഞാൻ 4 മണിക്കൂർ ഇരുന്ന് എഴുതുക. അതും ബാക്ക് ടു ബാക്ക് 4 പരീക്ഷകൾ 2 ദിവസം കൊണ്ട് എഴുതുക. അങ്ങനെ 16 മണിക്കൂർ പരീക്ഷ എഴുതേണ്ടത് നല്ല സ്ട്രെയിനാണ്. വളരെ ഫിസിക്കലി വളരെ ഡിമാൻഡിങ് ആയിരുന്നു. ഇനിയും പാർവതി ഇപ്പോൾ ഈ 282ാമത്തെ റാങ്കാണ്. ഇനിയിപ്പോൾ എന്താണ് ഇനിയൊരു പ്രതീക്ഷ? ഇതിലേക്കാണ് IAS പ്രതീക്ഷ ഉണ്ടെന്നാണ് എൻ്റെ മെൻറ്റേഴ്സൊക്കെ എന്നെ അറിയിച്ചിരിക്കുന്നത്. IAS തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. ഈ IAS അല്ലെങ്കിൽ പിന്നെ മറ്റ് ഒന്ന് ട്രൈ ചെയ്യുമോ? അങ്ങനെ IAS കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എഴുതേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പാർവതിക്ക് IAS തന്നെ കിട്ടട്ടെ. നമ്മുടെ അമ്പലപ്പുഴയ്ക്കൊരു സിവിൽ സർവീസുകാരി കൂടി കിട്ടും. അത് വളരെ സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ് അമ്പലപ്പുഴക്കാർക്ക്. പാർവതിയുടെ അച്ഛൻ PRDയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ ഡെപ്യൂട്ടി തഹസീൽദാറാണ്. BD ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ ആലപ്പുഴ.